ഹായ് ഫ്രണ്ട്സ്, മലയാളി ഫ്രം UK ആണ്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. അപ്പോൾ അങ്ങനെ രണ്ട് വീഡിയോസ് രണ്ട് ചാനലുകളിൽ കണ്ടു. അതുകൂടാതെ കുറേ വീഡിയോസ് കണ്ടു. അപ്പം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്നെ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ, ഒരു ഇക്കാട്ട ചാനലാണ്. അതിൽ ഒരു ഈ ഹണി പോച്ചെ മാറ്ററിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇക്ക അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത്. പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ബൈ സാറ എന്ന് പറയുന്നൊരു ചാനൽ, ആ ചേച്ചി വളരെ ഇതായിട്ട് അതിൽ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇന്ന് ഇറങ്ങിയ വീഡിയോ ആണത്, അതും കാണണം. അപ്പം അതിലെല്ലാം പറഞ്ഞേക്കുന്ന ഒരേ ഒരു കാര്യം, പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം, സ്ത്രീകൾ തെറ്റായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നല്ല രീതിയിലുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ എല്ലാം മൂടിക്കെട്ടി നല്ല ഫുൾ ടൈറ്റായിട്ട് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് സുരക്ഷിതരാണോ? നമ്മുടെ രാജ്യത്ത് അത് നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് പറയാനുള്ളത്? സുരക്ഷിതരാണോ അല്ലയോ? എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ, എനിക്കധികം വ്യൂവേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ അതിനൊരു കമൻറ്റ് ഇടണമെന്ന് ഒരു റിക്വസ്റ്റാണ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ സുരക്ഷിതരാണോ? നമ്മൾ സ്ത്രീകൾ നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാലും നമ്മുടെ രാജ്യത്ത് നമ്മൾ സുരക്ഷിതരാണോ? അത് എൻ്റെ രാജ്യത്തുള്ള ആൾക്കാർ, അതായത് ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഒരു മലയാളിയാണ്. അപ്പോൾ എൻ്റെ മലയാളികളും അല്ലെ ഇന്ത്യക്കാർ ആർക്ക് മലയാളം അറിയാവുന്ന ആര് കണ്ടാലും അവരൊരു കമൻ്റ് ഇടുക. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത്, എൻ്റെ ഒരു അഭിപ്രായം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ത്രീകളാരും സുരക്ഷിതരല്ല. എത്ര നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചാലും, എത്ര മോശമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാലും വരാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, കുറേ ഞരമ്പുകളുള്ള രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം. ഒന്ന്. പിന്നെ നമ്മുടെ രാജ്യത്ത് എല്ലാവരും സുരക്ഷിതരാകും. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥകളിലെ നിയമങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയാൽ നമ്മുടെ രാജ്യം സുരക്ഷിതർ തന്നെയാകും. അതൊന്നും പറയാനില്ല. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, സ്ത്രീകൾ ഹണി റോസ് അങ്ങനെ തെറ്റായ ഒരു വേഷം ധരിച്ചുകൊണ്ട് അങ്ങനെ പോയി, അങ്ങനെ ഉള്ള ഒരു ആക്ഷേപം ഉണ്ടായതല്ല ഇതിൽ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി പല ആൾക്കാരെ, സാധാരണക്കാരുടെ ആയിട്ടുള്ള സ്ത്രീകളായാൽ പോലും നമ്മൾ പല സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ളതാണ്, വേണ്ടാത്ത രീതിയിലുള്ള മീനിങ്ങിലൂടെയാണ് പുള്ളിക്കാരൻ സംസാരിക്കാറുള്ളത്. പിന്നെ ബോച്ച വളരെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ബോച്ച ആരെയും കയറി പിടിച്ചതായിട്ടോ, അല്ലെങ്കിൽ ഒരാളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടോ, അല്ലെങ്കിൽ ഒരു പീഡന കേസിൽ പ്രതിയായിട്ടോ അങ്ങനെ ആർക്കും ഒരു അറിവുമില്ല ബോച്ചനെ കുറിച്ച്. പിന്നെ ഇങ്ങനെ പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോരോ വാക്കുകൾ, അത് പല മീനിങ്ങിൽ, പല രീതിയിലുള്ള ഒരു മീനിങ്ങിലാണ് പുള്ളിയുടെ സംസാരം. അത് 100% തെറ്റാണ്. അങ്ങനെയാണ് പുള്ളി സംസാരിക്കാറുള്ളത്. അത് അന്നേ ഈ കേട്ടിട്ടുള്ള ആരെങ്കിലും അന്നേ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ സംസാര രീതിയും അവിടെ വെച്ച് പുള്ളി നിർത്തിയേനെ. ഇത് പുള്ളിയുടെ സംസാരവും പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ കണ്ട് അതിനോട് ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ച് കയ്യടി കൊടുത്തിട്ട് അങ്ങനെ പുള്ളി അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഹണി റോസിനെ പോലുള്ള ഒരു വ്യക്തി ഇനാഗുറേഷന് വന്നപ്പോൾ ആ ഒരവസ്ഥ അവിടെ ഉണ്ടായപ്പോൾ പുള്ളിക്കാരി പ്രതികരിച്ചില്ല. അത് പ്രതികരിക്കാതെ തന്നെ പുള്ളിക്കാരി അത് മുന്നോട്ട് പോയി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തിയതിന് ശേഷം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതികരണമായിട്ട് പിന്നെ മാസങ്ങൾക്ക് ശേഷം വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരന് ലഭിക്കാത്ത നീതി എങ്ങനെ ഒരു സെലിബ്രിറ്റിക്ക് ഇത്രയും വളരെ സ്പീഡിൽ കിട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. നമ്മുടെ രാജ്യത്ത്
എന്തോരം കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തോരം കാര്യങ്ങൾ ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ സെക്കൻഡിലും ഓരോ അനീതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കേസുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന എത്ര കേസുകൾ നമുക്കറിയാം അല്ലേ? നീതി ലഭിക്കാത്ത തന്നെ ഇരിക്കുന്ന എത്രയോ കേസുകൾ. നീതി ലഭിച്ചതൊക്കെ വളരെ ചുരുക്കം, വിരലിൽ എണ്ണാം അതുപോലത്തെ കേസുകൾ മാത്രമേ ഉള്ളൂ. സാധാരണക്കാരന് ലഭിക്കുന്നില്ല. അപ്പോഴിവിടെ ആരുമില്ല, നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർമാരോ ആരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ആരും തന്നെ ഇല്ല. ഈ ഒരു തോണ്ടലും തല്ലോടലും ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആക്ഷൻ എടുക്കാൻ എങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥ ഇത്രയും പെട്ടെന്ന് ചൂടായി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമേ കയ്യിൽ തൊട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിയമങ്ങൾ നമുക്ക് അനുകൂലമായിട്ടും വരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കൈ തൊട്ടില്ലാത്തവന്, ഇപ്പോൾ തൊട്ടുള്ളവനും തൊട്ട് മാത്രം പോരാ, അത് വേറൊരു സൈഡ്. തൊട്ടുള്ളവൻ ഒരാളാണല്ലോ അകത്ത് കിടക്കുന്നത്. അപ്പോൾ കയ്യിൽ പവറും പിന്നെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പം എന്തെന്ന് വെച്ചാൽ വളരെ തെറ്റായ ഒരു ഇതാണ്. നമുക്ക് തെറ്റായ ഒരു എന്ന് പറഞ്ഞാൽ 100% ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സ്ത്രീകളോട് ആര് ഇങ്ങനെ കാണിച്ചാലും വളരെ തെറ്റായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ ഒരു സംഭവം ഒരു പൊതുമാപ്പ് എന്നുള്ള രീതിയിൽ ബോച്ചെ പറയാൻ റെഡിയാണ്. അത് ആ ഒരു മാപ്പിലൂടെ തീർക്കേണ്ട ഒരു സംഭവം ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് മാറി അത് ജാമ്യം പോലും ലഭിക്കാത്ത ഒരു കുറ്റമായിട്ട് മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി ആരെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് ഒരു വ്യക്തിയും അന്ന് പരാതി കൊടുത്തിട്ടില്ല, ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ പുള്ളിക്ക് ജാമ്യം കൊടുക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നില്ല. സ്ത്രീകളെ നമ്മൾ ഒരു രീതിയിലും നമ്മൾ പീഡിപ്പിക്കാൻ പാടില്ല, അതൊക്കെ അതിന് 100% കറക്റ്റ് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കേരള സ്റ്റേറ്റിൽ, നമ്മുടെ കേരളത്തിൽ എത്ര സ്ത്രീകൾക്കെതിരെ എന്ത് അനീതികൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. അവരെയൊക്കെ കൊലപാതകം ചെയ്തവർ പോലും എത്ര നാളുകൾക്ക് ശേഷം അറസ്റ്റിലായിട്ടുണ്ട്. പീഡനത്തിനിരയായ നടിയെ അതുവരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്നിട്ട് പോലും നീതി കിട്ടാത്ത ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ ഒരാൾക്ക് ഇത്രയും പെട്ടെന്ന് എന്നെ ഇങ്ങനെ വേറൊരു മീനിങ്ങിലൂടെ എന്നോട് സംസാരിച്ചു, അല്ലെങ്കിൽ ഇങ്ങനത്തെ വർത്തമാനത്തിലൂടെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയോണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള എത്രയോ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എത്രയോ ആൾക്കാർ എത്രയോ സംഭവങ്ങളുമായിട്ടിരിക്കുന്നു. അവർക്കൊരു നീതി പോലും ലഭിക്കാതെ, നമ്മുടെ ഭരണകൂടം അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഇതെങ്ങോട്ടാണ് നമ്മുടെ ഭരണകൂടം സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ വോട്ട് ചോദിക്കാനും കൈ നീട്ടി ഓരോ വീട് തോറും നടക്കാൻ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. കൈ കാശുണ്ടോ കൂടെ ഉണ്ടാവും, അതേ ഉള്ളൂ, അല്ലാതെ ഒന്നും തന്നെയില്ല. പിന്നെ നമ്മുടെ സ്ത്രീകൾ എത്ര നല്ല വസ്ത്രം ധരിച്ച് നടന്നെന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യത്ത് അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. നമ്മുടെ ഇന്ത്യ നിയമങ്ങൾ മാറ്റം വരുത്ത് സ്ത്രീകൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് രാത്രിക്ക് ഡ്രസ്സിൽ ശകലം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാലും രാത്രിക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു കുറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു കുറ്റകൃത്യവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തണം. ആദ്യമേ സൗദി പോലുള്ള രാജ്യത്ത് ഇന്ന് ഏതൊരു സ്ത്രീയും രാത്രി നടന്നു പോയെന്ന് പറഞ്ഞാലും അവരെ പീഡിപ്പിക്കാൻ ആരും വരുന്നില്ല, അവരോട് വേണ്ടാത്ത രീതിയിൽ സംസാരിക്കാൻ ആരും വരുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അവരുടെ നിയമത്തിലുള്ള ആ ഒരു പവറും കൊണ്ടാണ് അവിടുത്തെ സ്ത്രീകൾ ഇത്രയും സുരക്ഷിതരായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റാനുള്ള ഇപ്പോഴും 999 വർഷമായിട്ടുള്ള ഒരു കരാറും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ നിയമങ്ങൾ ആദ്യമേ മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും അവർ ഇഷ്ടമുള്ള രീതിയിൽ നടന്നെന്ന് പറഞ്ഞാൽ അവർ സുരക്ഷിതരായിട്ടിരിക്കും.
അല്ലാതെ നിങ്ങൾ ഏത് വസ്ത്രം വേണമെങ്കിൽ ധരിച്ചോ എന്ന് പറഞ്ഞ് എടുത്ത് ചാടി നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മനുഷ്യൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെലിബ്രിറ്റി ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതാണ് നമ്മുടെ രാജ്യം.